നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കന്നിരാശിക്കാരുടെ 2026 മാർച്ച് മാസത്തെ പ്രതിമാസ ഫലത്തെക്കുറിച്ചാണ്. കന്നിരാശിക്കാർക്ക് ഈ മാസം എങ്ങനെയായിരിക്കും, ഗ്രഹനില എങ്ങനെയുണ്ട്, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതെല്ലാം വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങളുടെ രാശിയായ കന്നിയുടെ അധിപൻ ബുധനാണ്. നിങ്ങളുടെ രാശാധിപനായ ബുധൻ സൂര്യൻ, രാഹു, ചൊവ്വ എന്നീ ഗ്രഹങ്ങളോടൊപ്പം 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം ഭാവത്തിൽ ശനിയും ശുക്രനും സ്ഥിതി ചെയ്യുന്നു. കന്നിരാശിയുടെ 7ാം ഭാവമായ മീനം രാശി ശുക്രന്റെ ഉച്ചരാശിയാണ്. കരിയറിനെ സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു. ഈ മാസം കന്നിരാശിക്കാർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനാണ്. ജ്യോതിഷത്തിൽ 1ാം ഭാവം എന്നത് നമ്മുടെ ശരീരത്തെയും പ്രതിരോധശേഷിയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ഇപ്പോൾ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഈ ഭാവം പൊതുവെ രോഗങ്ങളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ സംരക്ഷകനായ ഗ്രഹം രോഗസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യം അല്പം ദുർബലമാകാൻ സാധ്യതയുണ്ട്. 6ാം ഭാവത്തിൽ ബുധൻ ഒറ്റയ്ക്കല്ല, സൂര്യൻ, ചൊവ്വ, രാഹു എന്നീ ശക്തരായ ഗ്രഹങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇത്രയധികം ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ബുധന്റെ ശുഭകരമായ ശക്തി കുറയുന്നു. ശരീരത്തിന് രോഗങ്ങളെ തടയാനുള്ള ശക്തി ഈ മാസം അല്പം കുറവായിരിക്കും. അതിനാൽ പെട്ടെന്ന് തളർച്ചയോ ക്ഷീണമോ അനുഭവപ്പെട്ടേക്കാം. കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ജലദോഷം, പനി അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന അലർജികൾ എന്നിവയെ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മാസം യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും അതീവ ശ്രദ്ധ പുലർത്തണം. പുറത്തു നിന്നുള്ള അണുബാധകളേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണിത്. ബുധൻ ചർമ്മത്തെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. അതിനാൽ ചർമ്മത്തിൽ ചൊറിച്ചിലോ മറ്റു പ്രശ്നങ്ങളോ കണ്ടാൽ അവഗണിക്കരുത്. വെയിലേൽക്കുന്നതും അമിതമായ രാസവസ്തുക്കൾ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പഠനത്തിന്റെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഈ മാസം കന്നിരാശിക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ജ്യോതിഷപ്രകാരം വിദ്യാഭ്യാസത്തെക്കുറിച്ചറിയാൻ ജാതകത്തിലെ 5ാം ഭാവമാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ 5ാം ഭാവത്തിന്റെ അധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. കൂടെ ശുക്രനുമുണ്ട്. ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം വളരെ നല്ലതാണ് എന്നാണ്. എങ്കിലും മാർച്ച് 8 ശേഷം ശനിക്ക് മൗഢ്യം വരുന്നതിനാൽ 5ാം ഭാവാധിപനെ കൊണ്ട് കിട്ടേണ്ട നല്ല ഫലങ്ങൾക്ക് തടസ്സം വരും. ഉപരിപഠനത്തിനായി പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനോ വിദേശ പഠനത്തിന് അപേക്ഷിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ശനിഗ്രഹം നിങ്ങളുടെ ജന്മരാശിയെ നോക്കുന്നുണ്ട്. ഇത് പഠനത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരും. സാധാരണയായി പഠിക്കുമ്പോൾ ശ്രദ്ധ മാറുന്നവർക്ക് പോലും ഈ മാസം കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. ഒരുതരം അച്ചടക്കം നിങ്ങളുടെ സ്വഭാവത്തിൽ താനേ വന്നുകൊള്ളും. ശനി ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ പഠനത്തിനിടയിൽ ചെറിയ തടസ്സങ്ങളും നേരിടേണ്ടി വരും. ശുക്രൻ വിനോദങ്ങളുടെയും ആസ്വാദനത്തിന്റെയും ഗ്രഹമാണ്. അതിനാൽ പഠനത്തിനിടയിൽ മനസ്സ് സിനിമ, സോഷ്യൽ മീഡിയ, സുഹൃത്തുക്കളോടൊപ്പമുള്ള വിനോദങ്ങൾ അല്ലെങ്കിൽ പ്രണയം എന്നിവയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പഠനത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാം. മൊത്തത്തിൽ നോക്കിയാൽ പഠനത്തിൽ വളരെ വലുതല്ലെങ്കിൽ പോലും പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായി നിങ്ങൾ മുന്നിലായിരിക്കുമെങ്കിലും മനസ്സ് വിനോദങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചറിയാൻ ജാതകത്തിലെ 7ാം ഭാവമാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം എന്നത് ജോലിയെയും പദവിയെയും സൂചിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്
അവരുടെ ജോലിയിലോ ഔദ്യോഗിക മേഖലയിലോ വലിയ പുരോഗതി ഉണ്ടാകുമെന്നാണ്. അവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനോ പദവികൾ ഉയരാനോ സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി അവർക്ക് ജോലി സ്ഥലത്തോ യാത്രകളിലോ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ അല്പം തിരക്കിലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാമ്പത്യ സുഖത്തിന്റെ ഗ്രഹമായ ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ, അതായത് ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്നു. ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പങ്കാളികൾക്കിടയിൽ സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കാൻ ഇത് സഹായിക്കും. എന്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ മാറി ബന്ധം കൂടുതൽ മധുരതരമാകും. പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും ഈ മാസം കൂടുതലായി ലഭിക്കും. ഈ മാസം കന്നിരാശിക്കാർക്ക് പങ്കാളിയുമായി ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പുതിയൊരു വീട് വാങ്ങാനോ വീട് പണി തുടങ്ങാനോ വിനോദയാത്രകൾ പോകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ നൽകും. ശുക്രന്റെ അനുകൂല സ്ഥാനം കാരണം നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഈ മാസം കന്നിരാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണയും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ വളരെ ശക്തമായ നിലയിൽ, അതായത് ഉച്ചാവസ്ഥയിൽ നിൽക്കുന്നു. ഭാഗ്യാധിപൻ ശക്തനായി നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ആഭരണങ്ങൾ, ഫാഷൻ ഡിസൈനിങ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ വലിയ ലാഭവും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിനെ സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മാർച്ച് 11-ന് വ്യാഴം അതിന്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർഗതി ആരംഭിക്കും. ഇതോടെ തടസ്സപ്പെട്ടു കിടന്ന പല നല്ല കാര്യങ്ങളും വേഗത്തിൽ നടന്നു തുടങ്ങും. കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ്, ബാങ്കിങ്, കൗൺസലിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച വളർച്ച ഈ മാസം ഉണ്ടാകും. നിലവിൽ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള മികച്ച അവസരങ്ങൾ മാർച്ച് 11-ന് ശേഷം വന്നു ചേരും. ജോലി സ്ഥലത്ത് അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ ഓഫീസ് പൊളിറ്റിക്സിലോ ഇടപെടാതെ സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ മാസം വലിയ കുതിച്ചുചാട്ടങ്ങളില്ലെങ്കിലും സുരക്ഷിതമായ ഒരു നിലയിലായിരിക്കും കാര്യങ്ങൾ. ബിസിനസ്സിൽ ഈ മാസം ശരാശരി ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ദൈനംദിന വരുമാനത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല. പണം വരാനുള്ള വഴികൾ തടസ്സമില്ലാതെ തുടരും. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ചെറിയ യാത്രകൾ പോകാനും ജീവിതം ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കും. വലിയ റിസ്കുകൾ എടുക്കാതെ നിലവിലുള്ള ബിസിനസ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഭാഗ്യം കൂടെ ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കരിയറിൽ മാർച്ച് 11-ന് ശേഷമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകും. 2026 മാർച്ച് മാസത്തിൽ കന്നിരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായും ശുക്രൻ, വ്യാഴം, കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നിങ്ങളുടെ ഈ മാസത്തെ സാമ്പത്തിക നിലയെ നിർണയിക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ ധനസ്ഥാനത്തിന്റെയും ഭാഗ്യസ്ഥാനത്തിന്റെയും അധിപനായ ശുക്രൻ ഈ മാസം നിങ്ങളുടെ 7ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ അഥവാ ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്നു. ഇത് സാമ്പത്തികമായി വളരെ മികച്ച സൂചനയാണ്. പണം കൈവരാനുള്ള വഴികൾ തെളിയും. ലോട്ടറി, ഇൻഷുറൻസ് അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഈ മാസം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മാർച്ച് 11-ന് വക്രഗതി മാറി നേരിട്ട് സഞ്ചരിച്ചു തുടങ്ങും. കരിയറിൽ വലിയൊരു വഴിത്തിരിവ് ഈ സമയത്തുണ്ടാകും. ശമ്പള വർധനവ്, കുടിശ്ശികയായി കിടന്നിരുന്ന തുക ലഭിക്കൽ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലൂടെ കൂടുതൽ വരുമാനം എന്നിവയ്ക്ക് ഈ ഗ്രഹമാറ്റം സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഗൗരവകരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് മാർച്ച് 11-ന് ശേഷമാകുന്നത് ഗുണകരമാകും.
ചില നല്ല സൂചനകൾക്കൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും ആവശ്യമാണ്. നിങ്ങളുടെ 12ാം ഭാവത്തിൽ അഥവാ ചിലവുകളുടെ സ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുന്നു. ഇത് കാരണം അനാവശ്യമായതോ അപ്രതീക്ഷിതമായതോ ആയ ചിലവുകൾ വന്നു ചേരാം. ആത്മീയ കാര്യങ്ങൾക്കോ ഹോസ്പിറ്റൽ സംബന്ധമായ ആവശ്യങ്ങൾക്കോ പണം ചിലവായേക്കാം. 6ാം ഭാവത്തിൽ അഥവാ കടങ്ങളുടെ സ്ഥാനത്ത് ബുധൻ, സൂര്യൻ, ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. പഴയ കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും ഈ മാസം പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊത്തത്തിൽ പറഞ്ഞാൽ വരവ് വർദ്ധിക്കുന്ന മാസമാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഗുണകരമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.